ഹായ് പാട്രിയോട്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമ മമ്മൂട്ടിയും മോഹൻലാലും അതുപോലെ ചാക്കോച്ചനും ഫഹദ് ഫാസിലും നയൻതാരയും ഒന്നിക്കുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും ചെലവ് കൂടിയ സിനിമകളിൽ ഒന്ന്. ഒരുപാട് പ്രത്യേകതകളാണ് ഈ സിനിമയ്ക്കുള്ളത്. ഒരുപാട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ടും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് കയറുന്നില്ല എന്നുള്ളത് അല്പം നിരാശയുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും ഹൈപ്പ് എല്ലാ സിനിമയ്ക്കും വേണം എന്നുള്ളതല്ല. ഇത്തരം വലിയ സിനിമകൾക്ക് അത്യാവശ്യം ഹൈപ്പൊക്കെ വേണം. എന്നാൽ മാത്രമേ ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടോ പാട്രിയോട്ടിന് പ്രതീക്ഷിച്ച ലെവൽ ഹൈപ്പ് ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം ഹൈപ്പ് ഇല്ലാത്തത്? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സിനിമയുടേതായിട്ട് വന്ന ടീസർ പ്രതീക്ഷിച്ച ലെവൽ മികവ് പുലർത്തിയില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. മറ്റൊന്ന്, മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. ഈ സിനിമ ഒരു മമ്മൂട്ടി സിനിമയാണ് എന്ന് മമ്മൂട്ടി ഫാൻസ് അവകാശപ്പെടുന്നു. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ സിനിമയാണ് എന്ന് മോഹൻലാൽ ഫാൻസും പറയുന്നു. മമ്മൂട്ടി ഫാൻസ് എന്തുകൊണ്ട് ഇതൊരു മമ്മൂട്ടി സിനിമയാണ് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണ്, അതുകൊണ്ട് ഇതൊരു മമ്മൂട്ടി സിനിമയാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടി തന്നെയാണ്, അതിലൊരു സംശയമില്ല. സിനിമയിലെ നായകൻ മമ്മൂട്ടിയാണ് എന്ന് വെച്ച് ഇതൊരു മമ്മൂട്ടി സിനിമ എങ്ങനെയാവും? അങ്ങനെയാണെങ്കിൽ കളങ്കാവൽ എന്ന സിനിമ ഒരു വിനായകൻ ചിത്രമായി മാറും. എന്തുകൊണ്ടാണ് അതൊരു മമ്മൂട്ടി സിനിമയായിട്ട് നമ്മളെല്ലാം പറഞ്ഞത്? മലയാളത്തിന്റെ മെഗാസ്റ്റാർ അഭിനയിക്കുന്ന സിനിമ, അദ്ദേഹം അതിൽ വില്ലനാണ്, എന്നിട്ടും നമ്മളത് മമ്മൂട്ടി സിനിമയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നായകൻ മമ്മൂട്ടിയാണ്, അതുകൊണ്ട് പാട്രിയോട്ട് മമ്മൂട്ടി സിനിമയാണ് എന്ന് പറയണം എന്ന് പറയുമ്പോൾ കളങ്കാവൽ എന്ന സിനിമ വിനായകൻ സിനിമയാണ് എന്ന് പറയേണ്ടി വരും. മലയാളത്തിന്റെ ഏറ്റവും വലിയ താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. അവർ സിനിമയിൽ നായകനാവണമെന്നില്ല. അവർ ആ സിനിമയിൽ ഗസ്റ്റ് റോൾ അല്ലെങ്കിൽ അത് അവരുടെ സിനിമ തന്നെയാണ്. ഇപ്പോൾ പാട്രിയോട്ട് എന്ന സിനിമയിൽ മമ്മൂട്ടി 1.5 മണിക്കൂറോളം വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഏകദേശം 3/4 മണിക്കൂറേ ഉള്ളൂ എന്നും അറിയുന്നു. തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ സിനിമ തന്നെയാണ്. ചാക്കോച്ചനും ഫഹദും എല്ലാം ഉള്ളതുകൊണ്ട് ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. പാട്രിയോട്ടിന്റെ അണിയറ പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു മമ്മൂട്ടി മോഹൻലാൽ ചിത്രമാണ് എന്ന്. പാട്രിയോട്ട് എന്ന പേര് ഇടുന്നതിന് മുൻപ് ആ സിനിമയുടെ പേര് MMMN എന്നായിരുന്നു. അതായത് മമ്മൂട്ടി മോഹൻലാൽ മഹേഷ് നാരായണൻ മൂവി എന്നുള്ളതായിരുന്നു. ഈ സിനിമ വിജയിച്ചാലും രണ്ടുപേർക്കും ഗുണമാണ്, പരാജയപ്പെട്ടാൽ രണ്ടുപേർക്കും ദോഷവുമാണ്. അപ്പോൾ ക്രെഡിറ്റ് ആരും വെച്ചു മാറാൻ നോക്കണ്ട. അതായത് വിജയിച്ചു കഴിഞ്ഞാൽ ഇതെന്റെ സിനിമ, പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് നിന്റെ സിനിമ എന്ന് പറയാൻ നോക്കണ്ട. വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഇത് രണ്ടുപേരുടെയും സിനിമയാണ്. രണ്ടുപേരുടെ മാത്രമല്ല, ഫഹദിനും ചാക്കോച്ചനും അതുപോലെ നയൻതാരയ്ക്കും ഇതിന്റെ ഗുണവും ദോഷവും ഉണ്ടാവും. എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകളിൽ ഒന്നാണ് പാട്രിയോട്ട്. സിനിമയുടേതായിട്ട് പുതിയ ടീസർ കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മികച്ച കട്ട്സാണ് ടീസറിൽ ഉള്ളത് എന്നും പറയപ്പെടുന്നു. എന്തായാലും ക്വാളിറ്റി വൈസ് ഗംഭീര സിനിമയായിരിക്കും പാട്രിയോട്ട്, അതിലൊരു സംശയമില്ല. സ്ക്രിപ്റ്റ് കൂടി ഗംഭീരമായാൽ അത് വേറെ ലെവലാവും എന്നുള്ളത് തന്നെയാണ്. റിലീസിംഗ് ടൈം അത് കൃത്യമായി പ്ലാൻ ചെയ്യണം. ഇത്രയും വലിയ സിനിമയ്ക്ക് നല്ലൊരു റിലീസിംഗ് ടൈം വേണം. ഏപ്രിൽ 23 ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ആദ്യം ഏപ്രിൽ 9 ദൃശ്യം 3 ഇറങ്ങുന്നത് കൊണ്ട് തന്നെ സിനിമയുടെ റിലീസിംഗ് കുറച്ച് മാറ്റിവെക്കപ്പെട്ടു. ഒരുപക്ഷെ ഏപ്രിൽ 14 15 വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഏപ്രിൽ 23 എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം പാട്രിയോട്ട് എന്ന സിനിമ മലയാള സിനിമയിലെ വലിയ വിജയങ്ങൾ ഒന്നായി മാറുമോ ഇല്ലയോ എന്ന്. എന്താണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.